കിച്ചണിലെ ഗ്യാസ് സ്റ്റോപ്പ് എപ്പോഴെങ്കിലും ഈ ഒരു സ്ഥിതിയിൽ എത്തിയിട്ടുണ്ടോ? ഇതിലും മോശപ്പെട്ട അവസ്ഥയാണെങ്കിൽ പോലും അതും ക്ലീൻ ചെയ്യുന്ന ഒരു ലിക്വിഡ് ഉണ്ട് കേട്ടോ. ഇത് ലിക്വിഡിൻ്റെ പരസ്യമൊന്നുമല്ല, ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലിക്വിഡ്. അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ നല്ലതല്ലേ എന്ന് കരുതിയിട്ട് ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ. ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരാഴ്ചയോളം ഇത് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ ഒരു സർഫസ് നമ്മൾ ഒരു തുണി വെച്ചിട്ടൊന്ന് ചെറുങ്ങനെ തുടച്ച് നീക്കിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിക്കുക. വളരെ കുറച്ച് വെള്ളം മതി, അതൊന്ന് നനഞ്ഞ് കിട്ടാൻ വേണ്ടി മാത്രമാണ്. ഇനി നമുക്കതിലേക്ക് നമ്മുടെ ഈ ലിക്വിഡ് ഒഴിക്കാം. ഈ ലിക്വിഡ് എല്ലാ ഭാഗത്തും എത്തിയെന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം നമുക്ക് ഈ ബ്രഷ് കൊണ്ടോ അല്ലെങ്കിൽ ചെറിയ നമ്മുടെ സ്റ്റീൽ സ്ക്രബ്ബറില്ലേ അതുകൊണ്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ച് നീക്കുക. അധികം ഫോഴ്സ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കലി ഇതിലുള്ള ഡേർട്ടൊക്കെ നീങ്ങിപ്പോരും. ഇതിൽ യാതൊരു ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസും ഇല്ല. കൂടാണ്ട് ഇത് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ 100% ക്യാഷ് ബാക്കും ഇതിൻ്റെ കമ്പനി ഓണർ കൊടുക്കുന്നുണ്ട്. കൂടാതെ ഈ ലിക്വിഡ് കൈകളുടെ സോഫ്റ്റ്നെസ് മെയിൻറ്റെയിൻ ചെയ്യും. ഇത് ശരിക്കും ഒരു ഡിഷ് വാഷ് ലിക്വിഡാണ്. ഇത് യൂസ് ചെയ്തിട്ട് കരിഞ്ഞ പാത്രങ്ങളൊക്കെ നല്ല രീതിയിൽ കഴുകി കിട്ടും. ഞാൻ ആ ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിന് വലിയ റേറ്റ് ഒന്നുമില്ല. 500 ml ബോട്ടിലിന് 230 രൂപയാണ് വരുന്നത്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്ന് കമൻറ്റ് ചെയ്താൽ മതി. കൂടാതെ ഒരു കരിഞ്ഞ കുക്കർ ക്ലീൻ ചെയ്യുന്നൊരു വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. ഇതുപോലത്തെ യൂസ്ഫുൾ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.